സോഷ്യൽ മീഡിയകളിൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ വലിയ ആക്ഷേപം കേട്ടിട്ടുള്ള റിയാലിറ്റി ഷോ താരവും മോഡലുമാണ് ഉർഫി ജാവേദ്. പലപ്പോഴും സുതാര്യമായ വസ്ത്രങ്ങൾ ധരിച്ച് ജനമധ്യത്തിലെത്താൻ ധൈര്യം കാട്ടിയിട്ടുള്ള താരമാണിവർ. ഫാഷൻ ലോകത്ത് ശ്രദ്ധേയയാണെങ്കിലും അഭിനന്ദനങ്ങളെക്കാൾ ഉപരി വിമർശനങ്ങളാണ് ഉർഫി നേരിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉർഫിയുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഞെട്ടിച്ചിരുന്നു. വല്ലാതെ വീർത്ത ചുണ്ടുകളും നീരുവച്ച മുഖവുമായുള്ള ഉർഫിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായി ചെയ്ത ലിപ് ഫില്ലറാണ് താരത്തിന് വമ്പം പണി കൊടുത്തിരിക്കുന്നത്. ചികിത്സയിലെ പിഴവ് മൂലം ചുണ്ടുകൾ വീർത്ത് വികൃതമായി. ലിപ് ഫില്ലറുകൾ ശരിയായ സ്ഥാനത്തല്ലായിരുന്നുവെന്നും അതിനാൽ ഫില്ലറുകൾ ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചതായും ഉർഫി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. നീരുവച്ച ചുവന്ന മുഖത്തിന്റെയും ചുണ്ടിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ കൃത്രിമ സൗന്ദര്യവർദ്ധക ചികിത്സകളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ സജീവമായിട്ടുണ്ട്. ഇതുപോലുള്ള ശസ്ത്രക്രിയ നടത്താനുള്ള ഒരു നല്ല ഡോക്ടറെ സമീപിക്കണമെന്ന ഉപദേശവും തന്റെ ചിത്രങ്ങൾക്കൊപ്പം ഉർഫി നൽകുന്നുണ്ട്. ചുണ്ടുകൾക്ക് തുടിപ്പും വലിപ്പവും തോന്നാനും ചുളിവുകൾ മായ്ക്കാനും കുത്തിവയ്പ്പിലൂടെ ചെയ്യുന്ന സൗന്ദര്യവർദ്ധക ചികിത്സയാണ് ലിപ് ഫില്ലറുകൾ. സെലിബ്രിറ്റികൾ തങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി ഈ ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റികൾക്ക് പിന്നാലെ സാധാരണക്കാരും ഇത്തരം ചികിത്സകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് സൗന്ദര്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. മുഖത്തിന്റെ വൈകല്യം പരിഹരിക്കാനും ഫില്ലറുകൾ ഉപയോഗിക്കാം. സമീപകാലത്ത് തലയിൽ മുടി വെച്ചുപിടിപ്പിക്കുന്നതിന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ് നടത്തി ഗുരുതരാവസ്ഥയിലായ ചിലരുടെ അനുഭവങ്ങളും പുറത്തു വന്നിരുന്നല്ലോ. ഈ സാഹചര്യത്തിൽ കോസ്മെറ്റിക് സർജറികൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചർച്ചകൾ ഉയരുന്നുണ്ട്. ലിപ് ഫില്ലർ ട്രീറ്റ്മെന്റിൽ ഹൈറലൂണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലുള്ള ഒരു പ്രകൃതിദത്ത പദാർത്ഥമാണ് ഹൈറലൂണിക് ആസിഡ്. ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ചർമ്മത്തെ തിളക്കമുള്ളതാക്കി മാറ്റാനും യുവത്വം നിലനിർത്താനും ഹൈറലൂണിക് ആസിഡ് അനിവാര്യമാണ്. എന്നാൽ പ്രായമാകുമ്പോൾ മുഖത്തിന്റെ മിനുസം നഷ്ടപ്പെടും. ഈ സാഹചര്യത്തിൽ ഹൈറലൂണിക് ആസിഡ് കൃത്രിമമായി നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. ലിപ് ഫില്ലർ ട്രീറ്റ്മെന്റിലെ പിഴവ് സൃഷ്ടിക്കുന്ന ചില അപകടങ്ങൾ ഇവയൊക്കെയാണ്. അത് നമുക്കൊന്ന് നോക്കാം. ചുണ്ടുകളിലെ സ്വാഭാവിക ഭംഗി നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. മുഖത്ത് രക്തസ്രാവത്തിനും നീര് വെക്കാനും കാരണമാകും. അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജലദോഷത്തിനും അലർജിക്കും ചൊറിച്ചിലിനും ഇത് കാരണമായേക്കാം. കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അന്ധത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദഗ്ധനായ ഡെർമറ്റോളജിസ്റ്റ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് വേദനരഹിതമായിരിക്കുമെന്ന് ഡൽഹിയിലെ ഫോർട്ടിസ് ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രശ്മി ശർമ്മ പറയുന്നുണ്ട്. ഒരു നല്ല ഡോക്ടർക്ക് എത്ര ഫില്ലറുകൾ ഇടണമെന്ന് കൃത്യമായി അറിയാൻ കഴിയും. ഉർഫിക്ക് സംഭവിച്ചത് ട്രീറ്റ്മെന്റിലെ പിഴവാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. വിദഗ്ധനായ ഡോക്ടർ ലിപ് ഫില്ലറുകൾ ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ പരമാവധി കുറഞ്ഞിരിക്കും. ഗർഭിണികളായ സ്ത്രീകളും 18 വയസ്സിൽ താഴെയുള്ളവരും ഇത് ഒഴിവാക്കുകയും വേണം. കോസ്മെറ്റിക് സർജറികൾ പലപ്പോഴും വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉർഫിക്ക് സംഭവിച്ചത്. എന്തായാലും നമ്മൾ സൗന്ദര്യം നോക്കി പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.